സേവനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന കൈപ്പറ്റിയ 1,72,00,000 രൂപ അവിടെ നിൽക്കട്ടെ. സേവനം നൽകാതെ ആ കമ്പനിയുടെ സ്വകാര്യ പങ്കാളിത്തത്തിലുള്ള എംപവർ ഇന്ത്യയിൽ നിന്നും എന്തിന് വീണ പണം കൈപ്പറ്റി? മുഖ്യമന്ത്രിയും CPM-ഉം ഉത്തരം പറയേണ്ട ചോദ്യമാണ്. ഒരാൾ മറ്റൊരാൾക്ക് കൈക്കൂലി കൊടുക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകണം. ചുമ്മാ ആരും കൈക്കൂലി കൊടുക്കില്ല. ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടി വീണ വിജയൻ്റെ കമ്പനി കൈപ്പറ്റിയ കൈക്കൂലിയാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഈ ദിവസങ്ങളിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മകൾ ഈ കേസ് തുടങ്ങിയതിന് ശേഷം ആദ്യമായി അവരുടെ ഒരു പത്രക്കുറിപ്പ് നൽകുകയുണ്ടായി. അത്തരത്തിൽ SFIOയ്ക്ക് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ള മൊഴി നൽകിയിട്ടില്ല എന്നാണ് അവർ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ SFIO റിപ്പോർട്ടിൽ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിൻ്റെ ഉദ്യോഗസ്ഥരും CMRലെ IT ഹെഡും അതുപോലെ വീണ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന് SFIOയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നു. അതിനപ്പുറത്തേക്ക് എടുത്തു പറയട്ടെ, കരിമണൽ കർത്തയുടെ അല്ലെങ്കിൽ CMRൻ്റെ ഉടമസ്ഥനായ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ ഉടമസ്ഥയിലുള്ള എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും 1 കോടി രൂപയ്ക്ക് അടുത്ത് വീണ കൈപ്പറ്റിയിട്ടുണ്ട്. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും CPM-ൻ്റെ ദേശീയ സെക്രട്ടറിയും മുഖ്യമന്ത്രി തന്നെയും നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞ ഒരു വിഷയത്തിൽ പൂർണ്ണമായും ഇവർ പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്വകാര്യ CMR കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ സാമ്പത്തിക സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്നും കൈപ്പറ്റിയിട്ടുള്ള പണം. അതിലേറ്റവും രസകരമായ കാര്യം 2015 8 മാസം 25 ലക്ഷം രൂപ ഈ കമ്പനിയിൽ ഈ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 12% പലിശയ്ക്ക് വീണയുടെ കമ്പനിയായ എക്സാലോജി കമ്പനി കൈപ്പറ്റിയിട്ടുണ്ട്. അതിനുശേഷം അത് 12% പലിശയ്ക്കാണ്. അതിനുശേഷം 1 വർഷക്കാലം 1 രൂപ പോലും ഈ ബാങ്കിലേക്ക് വീണയുടെ കമ്പനിയിൽ നിന്നും തിരിച്ചടച്ചിട്ടില്ല. അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. തിരിച്ചടയ്ക്കാത്ത ആ കമ്പനിക്ക് വീണ്ടും 2016 വീണയുടെ കമ്പനിയിലേക്ക് വീണ്ടും ഈ കമ്പനി 25 ലക്ഷം രൂപയും കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോഴും 1 രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല. കണക്ക് പ്രകാരവും റിപ്പോർട്ട് പ്രകാരവും ആകെ 5 ലക്ഷം രൂപയാണ് തിരിച്ച് ഈ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ഈ റിപ്പോർട്ട് പ്രകാരം 5 ലക്ഷം രൂപ മാത്രമാണ് തിരികെ ഈ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, സേവനം നൽകിയെന്ന് പറയുന്ന കമ്പനി 3 ലക്ഷം രൂപ കമ്പനിക്ക് റിട്ടേൺഷിപ്പിനും 5 ലക്ഷം രൂപ മാസം വീണയ്ക്ക് ഉപദേശം IT രംഗത്ത് ഉപദേശം നൽകുന്നതിനുമാണ് പറയുന്നത്. ഈ 3 ലക്ഷം രൂപ റിട്ടേണർഷിപ്പ് കൊടുത്ത കമ്പനിയുമായി സ്വാഭാവികമായി നിങ്ങളൊന്ന് വിചാരിക്കുക, 2 കമ്പനികൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റ്, ഒരു റിട്ടേണർഷിപ്പ് എഗ്രിമെൻ്റ് ഉണ്ട്. എന്താണ്? അവിടുത്തെ സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസ് സംബന്ധിച്ച്. ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഈ 2 കമ്പനികൾ തമ്മിൽ ഒരു മെയിൽ പോലും ഒഫീഷ്യലി അവർക്ക് ലഭിക്കേണ്ട സേവനങ്ങളെ സംബന്ധിച്ച് ഒരു മെയിൽ പോലും കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. ഇപ്പോൾ വീണ ചെയ്തിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് അനധികൃതമായി ഈ പണം ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് PMLA ആക്ടിൻ്റെ പരിധിയിൽ വരും. സ്വാഭാവികമായും അത് ED എൻക്വയറി ചെയ്യേണ്ട വിഷയമാണ്. ED ഇതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് മറ്റ് ഒരു ഏജൻസിക്ക് കൊടുത്തിട്ടുള്ളത് EDക്ക് മാത്രമാണ്. ED ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ED സ്പെഷ്യൽ കോർട്ടിനെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയപ്പെടുന്ന ഈ കുറ്റങ്ങൾ പ്രകാരം നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചോദ്യം, സേവനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന കൈപ്പറ്റിയ 1,72,00,000 രൂപ അവിടെ നിൽക്കട്ടെ. സേവനം നൽകാതെ ആ കമ്പനിയുടെ സ്വകാര്യ പങ്കാളിത്തത്തിലുള്ള എംപവർ ഇന്ത്യയിൽ നിന്നും എന്തിന് വീണ പണം കൈപ്പറ്റി? മുഖ്യമന്ത്രിയും CPM-ഉം ഉത്തരം പറയേണ്ട ചോദ്യമാണ്. നാളിതുവരെയും ആ പണം തിരികെ അവർ നൽകിയിട്ടില്ല. അപ്പോൾ ഇത് എന്തിനു വേണ്ടി ഈ പണം കൈപ്പറ്റി? നമ്മുടെ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒരാൾ മറ്റൊരാൾക്ക് കൈക്കൂലി കൊടുക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകണം. ചുമ്മാ ആരും കൈക്കൂലി കൊടുക്കില്ല. ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടി വീണ വിജയൻ്റെ കമ്പനി കൈപ്പറ്റിയ കൈക്കൂലിയാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ അതിന് എന്തിനു വേണ്ടി കൈപ്പറ്റി? ഇനി ഈ കേസിൻ്റെ അന്വേഷണം നീങ്ങേണ്ടതും ഇനി ദിശ പോകേണ്ടതും പ്രത്യേകിച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധ പതിയേണ്ടതും അങ്ങോട്ടേക്കാണ്. എന്തിനു വേണ്ടിയാണ് ഈ പണം
മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി കൈപ്പറ്റിയത്. എന്തു സേവനമാണ് CMRL കമ്പനിക്ക് അനധികൃതമായി മുഖ്യമന്ത്രിയും മകളും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ലേബലിൽ മകൾ ചെയ്തു കൊടുത്തത്? അത് അവിടേക്ക് വരുമ്പോഴാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള കരിമണൽ കള്ളയുടെ കഥ പുറത്തു വരേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, കേരള തീരത്ത് നിന്നും കോടാനുകോടി രൂപയുടെ ധാതുമണൽ മോഷ്ടിച്ചതിന് വേണ്ടിയാണ് ഈ നടപടികൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഞാൻ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയുന്നില്ല. തുടർ നിയമ നടപടികൾ ആയി മുമ്പോട്ട് പോവുകയാണ്. നിയമ നടപടികൾ എന്ന് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു പ്രകൃതം CPM-നുണ്ട്. ഞാൻ നിയമ നടപടികൾ എന്ന് പറയുന്നത് നിയമപരമായി തന്നെ ഇതിനെ നേരിടുക, ഒരു പെറ്റീഷൻ എന്ന നിലയിലാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഞാനൊരു BJP-യുടെ പ്രവർത്തകനാണ്. സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എന്തിനു നിയമ നടപടി എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം. അതിന് ഉത്തരമെന്ന് പറയുന്നത്, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ CPM ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് കോടതി വഴി തന്നെ ഈ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതാണ്. ഞാൻ തുടർ നിയമ നടപടികൾ വരുന്ന ദിവസങ്ങളിൽ, കോടതി വെക്കേഷനാണ്, അതിൻ്റേതായ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും PMLA ആക്ട് ഉൾപ്പെടെ അതുപോലെ ED-യുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ അത്യാവശ്യമായി ഈ കേസിൽ ആവശ്യമാണ്. ഇത് നടന്നിട്ടുള്ളത് ഒരു കോർപ്പറേറ്റ് ഫ്രോഡാണ്. ആ കോർപ്പറേറ്റ് ഫ്രോഡിൻ്റെ പരിധിയിലാണ് ഈ റിപ്പോർട്ട്. ആ കോർപ്പറേറ്റ് ഫ്രോഡിൻ്റെ പരിധിയിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ SFIO ഫയൽ ചെയ്തിട്ടുള്ളത്. SFIOയുടെയും തുടർ അന്വേഷണം, ദ മോട്ടീവ് ബിഹൈൻഡ് ദ ക്രൈം, ഈ കുറ്റകൃത്യത്തിൻ്റെ പുറകിൽ ഒരു മോട്ടീവുണ്ട്. ആ മോട്ടീവ് എന്താണ് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളക്കര അറിയേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രി നടത്തിയ ഈ കൊള്ള, കഴിഞ്ഞ 9 വർഷക്കാലമായി മുഖ്യമന്ത്രി നടത്തിയ ഈ കൊള്ള എന്താണ് എന്ന് കേരള സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് എൻ്റെ നിയമപോരാട്ടം തുടരും.